ഊഞ്ഞാലിൽ നിന്ന് വീണ കുട്ടിമണിയെ മനസ്സജൻ ആശുപത്രിയിലാക്കുന്നു. സീതയും കുട്ടിമണിയും ഒരേ ദിവസം പ്രസവിക്കുന്നു. സീത പ്രസവിച്ച കുഞ്ഞിനെ നഴ്സ് പൈതൽ മേരിയെ ഏൽപ്പിക്കുന്നു. കുട്ടിമണിയുടെ കുഞ്ഞിനെ സീതയുടെ അടുത്ത് കിടത്തുന്നു. കുട്ടിമണിയുടെ കുഞ്ഞ് മരിച്ചതായി ഡോക്ടർ പറയുന്നു. സീതയുടെ കുഞ്ഞിന് ബാലന്റെ ഛായയില്ലെന്ന് മതികല. ശാരദയുടെ മരണത്തെപ്പറ്റി പുനരന്വേഷണം നടത്തണമെന്ന് പോലീസ്. എത്രയും പെട്ടെന്ന് കുട്ടിമണിയോട് കുഞ്ഞു മരിച്ചുപോയ കാര്യം പറയണമെന്ന് ഡോക്ടർ. സീതയുടെ കുഞ്ഞിനെ കുട്ടിമണിയിൽ നിന്ന് അകറ്റണമെന്ന് പൂക്കോടി വനജയോട് പറയുന്നു. സീതയെ തിരികെ സീതയുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് വനജ. ശാരദാമ്മയുടെ കൊലപാതകത്തിൽ കുറ്റം ചെയ്തവർ കുടുങ്ങുമെന്ന് മതികലയോട് രവി പറയുന്നു. ശാരദാമ്മയുടെ കൊലപാതക അന്വേഷണം തങ്ങൾക്കെതിരെ തിരിയുമെന്ന ഭീഷണിയിൽ ജലജയും മതികലയും. സീതയെ തിരികെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ബാലൻ. കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം മനസ്ജൻ കുട്ടിമണിയോട് പറയുന്നു. ഭ്രാന്തമായി പ്രതികരിക്കുന്ന കുട്ടിമണിയെ ഡോക്ടർ മരുന്ന് കൊടുത്ത് മയക്കി കിടത്തുന്നു. തുടർന്ന് കാണുക. ഇങ്ങനെ രാവും പകലും ഒരുപോലെ നീറി നീറി നിന്നിട്ട് വല്ല കാര്യണ്ടോ? സീൻ ഇങ്ങനെ എപ്പോഴും ശോകാക്കാതെ വല്ലതും ഒന്ന് കഴിക്കുപോയി. വയറു നിറയെ കഴിച്ചും കുടിച്ചും സീൻ ജോളിയാക്കാനുള്ള മാനസികാവസ്ഥയിലാണോ പിച്ചളെ ഞാനിപ്പോ? അല്ലെന്നറിയാവായി. പക്ഷെ കുട്ടിമണിയെ ആശ്വസിപ്പിക്കാനും കുട്ടിമണിയെ ചേർത്ത് പിടിച്ച് നടത്താനൊക്കെ ബായി അല്ലേ ഉള്ളൂ. അതിനുള്ള കരുത്ത് ബായിക്ക് വേണ്ടേ? ഭക്ഷണം കഴിച്ച മനസ്സിന് കരുത്ത് കിട്ടത്തില്ലല്ലോ. ബായിയോട് തർക്കിക്കാൻ ഞാനില്ല. എണീറ്റ് നിൽക്കാനുള്ള കരുത്തുണ്ടെങ്കിലല്ലേ ഒരു ആശ്വാസവാക്കെങ്കിലും പറയാനുള്ള ആരോഗ്യം ഉണ്ടാവൂ. കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞപ്പോ കുട്ടിമണിയുടെ ഭാവം പിച്ചള കണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ തീ കണ്ടായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാനുള്ള ദേഷ്യം, സങ്കടം, കുത്തിവെച്ച മരുന്നിന്റെ വീര്യത്തിലെ ഈ ഉറക്കം. ഇനി ഉണരുമ്പോ ഞാൻ എന്ത് പറയും? എങ്ങനെ സമാധാനിപ്പിക്കും? എന്ത് ചെയ്ത് ഞാൻ എന്റെ കുട്ടുവിന്റെ കണ്ണീരും കരച്ചിലും അടക്കും? പിച്ചള നല്ല ഒന്നാന്തരം കള്ളനാവായി. മനസ്സ് വച്ച് ഇന്നീ രാത്രിയിലൊന്ന് ഇറങ്ങിയ തിരിച്ചു വരുമ്പം പിച്ചളുടെ കയ്യിൽ നല്ല തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞ് കാണും. കുട്ടിമണി പെങ്ങൾ ഉണരുമ്പം ഇതാണ് കുഞ്ഞുമണി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കാണിക്കും. അതുകൊണ്ട് അത് ഞങ്ങളുടെ കുഞ്ഞാവോ പിച്ചളെ? ഒരമ്മയുടെ നെഞ്ചിലെത്തി മറ്റൊരമ്മയുടെ കണ്ണീര് വീഴ്ത്തി വേണം അണയ്ക്കാൻ. അല്ല ഭായി, ഞാൻ പറഞ്ഞുന്നുള്ളൂ. കുഞ്ഞുമണിയെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞപ്പോ സ്വന്തം അമ്മയെ ശത്രുവായി കണ്ടവളല്ലേ കുട്ടിമണി? ഈ എന്നെ ശത്രുവായി കണ്ടില്ലേ? അവൾക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് ആ കുഞ്ഞ് ജീവൻ തന്നെയായിരുന്നു. നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ ഭായി? ഈ നാടും വയലോരം വീടൊക്കെ സ്വസ്ഥതക്കേട് മാത്രല്ലേ തന്നിട്ടുള്ളൂ. വേറൊരു നാട്ടിലേക്ക് ചെല്ലുമ്പം, പുതിയ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പം കുട്ടിമണി പെങ്ങളുടെ മനസ്സ് മാറും. അതൊക്കെ കുറെ കാലം കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളല്ലേ പിച്ചളെ? കുട്ടിമണിയുടെ മനസ്സിനെ അതൊക്കെ പറഞ്ഞ് ഈ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? കുഞ്ഞുമണി മരിച്ചു എന്ന സത്യം ഏറ്റവും മൂർച്ചയേറിയ അസ്ത്രമായി കുട്ടിമണിയുടെ നെഞ്ചി തറച്ചു കഴിഞ്ഞു. അതിന്റെ ബാക്കി എന്തെന്ന് നാളെ കുട്ടിമണി കണ്ണു തുറക്കുമ്പോഴേ അറിയൂ. എങ്ങനെ പറയുമെന്ന ആ ഒരു കടമ്പ കടന്നു കിട്ടി. അല്ല, വെറും ഒരു കടമ്പയല്ല, ഒരു തീക്കടൽ. ഇനി എന്താവുന്ന ആദ്യ ഉള്ളില് നെഞ്ചിലെ മുറിവിൽ നിന്ന് ചോര വാർന്നു മരിക്കാൻ എന്റെ കുട്ടിമണി അനുവദിക്കാൻ പറ്റുമോ പിച്ചളെ? ഞങ്ങളുടെ കുഞ്ഞിന്റെ മരണം പലരും ആഗ്രഹിച്ചു. അതിന് പല രീതിയിൽ ശ്രമിച്ചു. ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഞാനും എന്റെ കുട്ടിമണിയും നിന്നു. പക്ഷേ ദൈവവും പണവും പ്രതാപവും ഉള്ളവരുടെ കൂടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിച്ചളെ, അറിയത്തില്ലായിരുന്നു.
നീ യുദ്ധം ജയിച്ച സ്ഥലമായത്. ഒരു ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ മൊബൈലിൽ ഇട്ടോടി. ഇടയ്ക്കിടയ്ക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് കാണുകയും ചെയ്യാം. ഇവിടെയാണ് ശത്രുവിൻ്റെ മേൽ വിജയം കണ്ടതെന്ന്. യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചന്ദ്രവേട്ട. ശത്രുവിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരാണല്ലോ നമ്മുടെ ഇന്ധനം, നമ്മുടെ ഊർജം. അല്ല, മുംതാസിനെ കാണാൻ നമ്മളിങ്ങോട്ട് വരണമായിരുന്നോ ചന്ദ്രവേട്ട? അതൊരു അബദ്ധമായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്താ? അല്ല, മനസ്സുജനും പാർട്ടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഡോക്ടറെ നമ്മൾ ചെന്ന് കാണുന്നത് അങ്ങനെ അവര് കണ്ട പിച്ചളയെന്ന് പറയുന്നവനുണ്ടല്ലോ, കാഞ്ഞ വിത്ത. കള്ളന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാലോ, കള്ളത്തരവേ ചിന്തിക്കും. അവൻ മണത്തു പിടിക്കും കാര്യങ്ങള്. അങ്ങനെ മണത്ത് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടടി. നീ ആരെയാ പേടിക്കുന്നേ? ഇവിടെ ആർക്കും വരാം, ആരെയും കാണാം. എന്നാലും അവരുടെ കണ്ണിപ്പെടാതെ മതി ചന്ദ്രുവേട്ട. നമ്മളായിട്ട് തന്നെ നമ്മളിലേക്കൊരു സംശയത്തിന്റെ ചരടിട്ട് കൊടുക്കണം. ഓക്കെ, വേണ്ട. പിന്നെ ഒരു കാര്യം നീ ഓർത്തോണം, ഭാഗ്യമെന്നും ധീരന്മാർക്കൊപ്പം. ചന്ദ്രു ധീരനാണ്. അതുകൊണ്ട് ചന്ദ്രുവിന് ചൂട്ടുപിടിച്ചും ചന്ദ്രുവിന് കുട പിടിച്ചും എപ്പോഴും ഭാഗ്യം കാണും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടത്തുമില്ല. നീ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിക്കാം, നമ്മൾ വരുന്നു പറ. കിട്ടുന്നില്ല. കിട്ടാത്ത മൃഗത്തെ കെണി വെച്ച് പിടിക്കണം. നീ വാ. ഡോക്ടർ ആലോചിക്കുകയാണ് പേഷ്യന്റിനെ എങ്ങനെ ചികിത്സിക്കണമെന്ന്. അനുവാദം തന്നില്ലെങ്കിലും അകത്തേക്ക് വരും. അതാണല്ലോ ചന്ദ്രുവിന്റെ ഒരു രീതി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെന്താ ഡോക്ടറെ അങ്ങനൊരു ചോദ്യം? ഞങ്ങളെന്താ ഇന്റർപോൾ തിരയുന്ന കുറ്റവാളികൾ വല്ലതും ആണോ? ഞങ്ങൾക്ക് സൂര്യവെളിച്ചത്തിൽ ഇറങ്ങി നടക്കാനുള്ള എല്ലാ അവകാശവും ഇല്ലേ? അതല്ല, മനസ്സനും അയാളുടെ ആളുകളും എല്ലാം ഇവിടെയുണ്ട്. അവരുള്ളപ്പോ നിങ്ങൾ വന്ന് കണ്ടാൽ എന്തിനാണെന്ന് അവർ തിരക്കില്ലേ? ഓ, അത് ചന്ദ്രേട്ട നമ്മൾ പറഞ്ഞ പേടി തന്നെ. പേടിക്കണ്ട. സിറ്റ് ഡൗൺ ബേബി. കൂൾ കൂൾ. ഇരിക്കണ്ട മുംതാസ് ഡോക്ടറെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇഞ്ചക്ഷനും ക്യാപ്സ്യൂളിനും ഒക്കെ സുഖമല്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ കാശിക്ക് പോയ പോലെ രണ്ടുപേരും കൂടെ എങ്ങും പോയൊന്നുമില്ലല്ലോ അല്ലേ? പ്ലീസ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനല്ല ഞാൻ കൂടെ നിന്നു. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. കുറ്റബോധത്തിന്റെ കറപുരണ്ട നോട്ടൊന്നും അല്ലല്ലോ ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീണത്. അപ്പൊ പിന്നെ വലിയ കുറ്റബോധമൊന്നും വേണ്ട. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ കാണണമെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരുമായിരുന്നല്ലോ. നിങ്ങൾ ഇവിടെ വെച്ച് കാണുന്നത് എനിക്ക് പേടിയാ. ഈ ആശുപത്രിയിലെ ഡോക്ടറെ പുറത്തേതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ചോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചോ സ്ഥിരമായി കാണുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കൾ അറിഞ്ഞാലോ? അതാണ് ഡോക്ടറെ കുഴപ്പം. മനസ്സിലായോ? എന്തായാലും ഡോക്ടർ ഇതുവരെ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയും ചില കാര്യങ്ങള് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നെ ഒഴിവാക്കണം. ഇത്ര ഞാൻ ചെയ്തു തന്നെ ജീവൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട. ഇനി എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. മതികലയ്ക്ക് ചില ചെറിയ ആഗ്രഹങ്ങൾ കൂടി ഉണ്ട് ഡോക്ടറെ. അതൊന്ന് സാധിച്ചു കൊടുത്താൽ മതി. പിന്നെ ഡോക്ടറെ പോലെ ഒരാൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യം വരും. എന്നെ ഒഴിവാക്കി വിടണം. പടച്ചവന് നിരക്കാത്ത പണിയാ ഞാൻ ചെയ്തതെന്നൊരു ഒരു വേദനയും വേണ്ട. ഡോക്ടറുടെ പ്രൊഫഷനിൽ നിന്ന് ഒരു കട്ട് റോഡിൽ കൂടെ ഒന്ന് കയറിപ്പോയി, അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ദൂരം പോകാൻ ചിലപ്പോൾ ഇട റോഡും ഷോർട്ട് കട്ടും മൺപാതയൊക്കെ കയറിപ്പോകേണ്ടി വരികയില്ല ഡോക്ടറെ. അത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ ഡോക്ടറെ, ഈ പേടിയും വെപ്രാളും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഈ ആശുപത്രിയില് ഡോക്ടറെ ആർക്കാ വന്ന് കാണാൻ പറ്റാത്തത്? എനിക്ക് കണ്ടൂടെ? ചന്ദ്രുവേട്ടന് കണ്ടൂടെ? നാളെ ഞാനിനി പ്രഗ്നന്റ് ആയാലും ഡോക്ടറെയല്ലേ വന്ന് കാണേണ്ടത്. പിന്നെ ഞാനിപ്പോ വന്നത് വേറൊന്നിനുമല്ല, കുറച്ച് കാശും കൂടെ തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അതങ്ങ് തരാന്ന് വിചാരിച്ചു. ഈ സന്തോഷത്തിനിടയില് അതങ്ങ് തന്നു തീർത്താലല്ലേ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഡോക്ടർക്കും ഒരു സന്തോഷം തോന്നത്തുള്ളൂ. പിന്നെന്താ വേണ്ടെന്ന് ഞാൻ പുറകെ പറയാം. ഇതാ വാങ്ങിക്ക്. ഇതേ ഉള്ളൂ.
മനുഷ്യന്റെ കയ്യിൽ നോട്ട് കിട്ടും. കാന്തോ ഇരുമ്പും പോലെ ചുമ്മാ അങ്ങ് വലിച്ചെടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഡോക്ടർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സുവർണയോടോ മറ്റോ പറഞ്ഞാലും മതി. കുട്ടിമണി ഇവിടുന്ന് പോകുന്നിടം വരെ ആരൊക്കെ കാണാൻ വരുന്നു എന്നുള്ളതും ഏതൊക്കെ രീതിയിൽ അവൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും. എന്തായാലും കുഞ്ഞു മരിച്ചു എന്നുള്ളത് അവൾ അറിഞ്ഞല്ലോ അല്ലേ? ആ അറിഞ്ഞു. എന്റെ കഴുത്തിന്റെ വേദന ഇതുവരെ പോയിട്ടില്ല. എന്നെ ഞെക്കി കൊന്നേനെ അവള്. അങ്ങനെ വേണം. എന്ത്, എന്നെ കൊല്ലാനോ? ആ, ഡോക്ടറെ കൊല്ലാനല്ല, അവള് ഭ്രാന്തിയായിട്ട് മാറണം. ഇനി അതിനും വല്ല മരുന്നുണ്ടെങ്കിൽ അതും ഡോക്ടർ കൊടുത്തേരെ. അതും കൂടെ ആയി കഴിഞ്ഞ കളിയുടെ ഒരു ഘട്ടം അങ്ങ് മാറും. മതി, ഇറങ്ങാം. കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ കൊടുത്ത സമ്മാനം 1 നിമിഷത്തിന്റെ 10-1 സമയത്തിനുള്ളിൽ ഡോക്ടർ എടുത്തത്. ഇനി നീ എന്തു പറഞ്ഞാലും ഡോക്ടർ കേൾക്കും. ഇനി എന്ത് ചെയ്യാനാ? എന്തെങ്കിലും അപകടം പിടിച്ച കാര്യം വല്ലതും ആണോ? ഒരാളെ ഇല്ലാതാക്കാനായിട്ട് ഡോക്ടർ കത്തിയോ ആയുധം ഒന്നും എടുത്ത് നേരിട്ട് ഇറങ്ങണ്ട, ഞങ്ങളും ഇറങ്ങണ്ട. പകരം ബുദ്ധിയും നാവും ഭംഗിയായിട്ട് ഉപയോഗിച്ചാ മതി. അങ്ങനെ ചില കാര്യങ്ങള് ഡോക്ടർ ചെയ്തു തരണം. മനസ്സജനെ സംബന്ധിച്ചിപ്പോ ഡോക്ടർ എന്ത് പറയുന്നുവോ അത് മനസ്സജൻ അനുസരിക്കും. കാരണം കുട്ടിമണിയെ സംരക്ഷിക്കുന്ന ദൈവമാണ് ഡോക്ടർ ഇപ്പോ. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങള് ഡോക്ടർ വേണം മനസ്സജനോട് പറയാൻ. അതില് ചിലത് കുട്ടിമണിക്ക് എതിരായിട്ടുള്ളത് തന്നെ. മാഡം, എനിക്ക് കുഴപ്പം. ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ലെന്നേ. മാത്രമല്ല, ഇതുപോലെ ചില ഘനപ്പെട്ട ഗിഫ്റ്റുകൾ കിട്ടുകയും ചെയ്യും. എന്റെ ഡോക്ടറെ, നമ്മുടെ ഇന്ത്യൻ കറൻസിയിലുള്ള ഈ പടം ആരുടേതാന്ന? അർദ്ധനഗ്നനായ ഫക്കീർ, അഹിംസയുടെ പ്രതിരൂപം, സത്യം മാത്രം ജയിക്കണമെന്ന് പറഞ്ഞ പാവം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ മഹാത്മാ. പക്ഷേ ഈ നോട്ട് ആരുടെയൊക്കെ പക്കല? ദേവാലയങ്ങളിൽ ദൈവത്തിന് മുന്നിൽ മാത്രമല്ല, ഇറച്ചിവെട്ടുകാരന്റെ ചോര പുരണ്ട കൈകളിലും, കള്ളന്റെ മടിക്കുത്തിലും, യാചകന്റെ പിച്ചപ്പാത്രത്തിലും, ശരീരം വിറ്റ് ജീവിക്കുന്നവളുടെ ചേലക്കുത്തിലും, കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുന്നവന്റെ പക്കലും ഇതേ നോട്ടുകളുണ്ട്. അതാണ് ഈ കടലാസിന്റെ മൂല്യം. അതുകൊണ്ട് ജീവിത മൂല്യവും പ്രൊഫഷണൽ എത്തിക്സും ഒക്കെ തൽക്കാലം എടുത്ത് പരണത്ത് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് സ്നേഹിക്കുക. ഇതിന്റെ മൂല്യം തിരിച്ചറിയേ. ഓൾ ദി വെരി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ. വാ മതി. ഒരു പ്ലാൻ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ടമ്മേ. അതും കൂടെ നടന്നാലേ മനസ്സജന്റെയും കുട്ടിമണിയുടെയും മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവുണ്ടാവും. എന്താടി അത്? എന്ത് പ്ലാനാ? മതികലയുടെ പ്ലാനല്ലേ ആന്റി? മോശമാവില്ലല്ലോ. എന്നാലും കേൾക്കാൻ ഒരു കൊതി. ഏത് രീതിയിലാണ് നീ ശത്രുവിനെ വീഴ്ത്തുന്നെന്ന് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം, മുംതാസിനോട്. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് അവര് പോകത്തില്ല. മതി, നീ ഇങ്ങനെ വിശ്വസിച്ചിട്ടുള്ളവരെല്ലാം, അത് മനസ്സജനുൾപ്പെടെ നിന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഇവിടെ എന്നെ ആരും ചതിക്കാനൊന്നും പോകുന്നില്ല. മതി, എന്താണ് വയലാറും വീട്ടിൽ പൊട്ടിക്കാൻ പോകുന്ന പുതിയ ബോംബ്? അത് പറ. നീ ഒന്ന് പോട ചക്ക. ചെറുക്കനോ? പിന്നല്ലാതെ. ഇത്രയും കാലം നിന്നെ കൂടെ നിർത്തി കളിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോടാ? ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിടത്തും ഞാൻ ജയിച്ചിട്ടില്ല. പക്ഷേ ചന്ദ്രവേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കാലു കുത്തി മതികല ജയിച്ചും തുടങ്ങി. അതാണ് മോനെ രാശി, അതാണ് മോനെ യോഗം. ഓ, അപ്പൊ അങ്ങനെ നമ്മൾ ഔട്ട്, നിങ്ങളൊക്കെ ഒറ്റക്കെട്ട്. എടാ അനിയ, സഹോദര, നീ കൂടുതൽ ഇമോഷണലൊന്നും ആവണ്ട. നീ രണ്ടാമനാ, ഒന്നാമൻ ഞാനാ. മനസ്സിലായോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇവളെ കെട്ടിയിരുന്നെങ്കിൽ ഈ നാശമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അമ്മേ, കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. മതി, എന്താ നിന്റെ പദ്ധതി? അത് പറഞ്ഞില്ല. അതറിഞ്ഞെങ്കിൽ സന്തോഷിക്കായിരുന്നു. എന്നാ നീ സന്തോഷിച്ചോ. ഞാനേ കുട്ടിമണിയുടെയും മനസ്സജന്റെയും കുഞ്ഞിന്റെ ശവദാഹം നടത്താൻ പോവുക.
വയലോരം വീട്ടില്. എങ്ങനെ ഉണ്ടടാ? മതി, എന്തായി പറയുന്നേ? മനസ്സിലായില്ലേ? കുട്ടിമണിയുടെയും മനസ്സിജന്റെയും ഏറ്റവും വലിയ സ്വപ്നം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെഞ്ചിൽ നിന്ന് ഇറ്റിച്ചുകൊണ്ട് മനസ്സിൽ വളർത്തിയ അവരുടെ കുഞ്ഞുമണി. അതിനെ ഞാൻ കുഴിച്ചിടിയിക്കും വയലോരം വീടിന്റെ തെക്കുവശത്ത്. എങ്കിലേ മതികലയ്ക്ക് തൃപ്തിയാകും. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇനിയും മനസ്സിലായില്ല? എന്റെ കൂടെ നിന്ന് എന്റെ സ്നേഹവും എന്റെ കാശും വാങ്ങിച്ച് വളർന്നവനാ മനസ്സിജൻ. എന്നിട്ട് അവൻ എന്നെ തന്നെ തള്ളി പറഞ്ഞ് ഒരു പൊട്ടിയെ സ്നേഹിച്ചു. ആ പൊട്ടിയിൽ അവൻ ഒരു കുട്ടിയും. ആ കൊച്ചിന്റെ ശവദാഹം എന്ന് പറഞ്ഞ് ഒന്നിനെ ഞാൻ അവിടെ കുഴിച്ചിടിക്കും. ആ വിഡ്ഢികള് സ്വന്തം കുഞ്ഞിനെയാണ് ബാലനും സീതയും വളർത്തുന്നതെന്നറിയാതെ പൊട്ടനാട്ടം കാണുന്നത് പോലെ ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നിൽക്കും. സ്വന്തം കുഞ്ഞ് മരിച്ചു എന്ന് കരുതി കുഴിച്ചിട്ടിട്ട് തങ്ങൾക്ക് പിറന്ന യഥാർത്ഥ കുഞ്ഞിനെ മറ്റുള്ളവര് വളർത്തുന്നത് കാണുന്ന അച്ഛനും അമ്മയും. അത് കൊള്ളാം, സംഭവം കലക്കി. പക്ഷെ മതി, എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നാലോ? പുറത്ത് വരത്തില്ലടാ. കുഞ്ഞുമണി മരിച്ചിട്ടില്ല. കുഞ്ഞുമണിയെ ഞാൻ കൊന്നിട്ടുമില്ല. കുഞ്ഞുമണിയെ വളർത്തും സീതയും ബാലചന്ദ്രനും, സ്വന്തം കുഞ്ഞെന്നറിയാതെ. മനസ്സിജനും കുട്ടിമണിയും അതിന് കാവല് നിൽക്കും, കാഴ്ചക്കാരായിട്ട്. ആ കുഞ്ഞിനെ കണ്ടു കൊതിക്കും. തെക്കുവശത്തെ കുഴിമാടം നോക്കി നെടുവീർപ്പിടും. ഇതിലും വലിയൊരു ശിക്ഷ കൊടുക്കാനുണ്ടോടാ? സ്വന്തം കുഞ്ഞു മരിച്ച അതവര് ക്രമേണ മറക്കും, ആ മുറിവ് ഉണങ്ങും. പക്ഷേ ഇതാണെങ്കിലോ, വേദന തുടങ്ങുന്നതേ ഉള്ളൂ. ഒരിക്കലതവര് തിരിച്ചറിയും, സ്വന്തം കുഞ്ഞാണ് സീതയുടെയും ബാലചന്ദ്രനും ഒപ്പം വളരുന്നതെന്ന്. അന്നവര് ചോദിക്കും, ബാലേട്ടാ, സീതയെടുത്തി ഇത് ഞങ്ങളുടെ കുഞ്ഞല്ലേ, ഞങ്ങൾക്കിങ്ങി തന്നൂടേന്ന്. അപ്പൊ ബാലനും സീതയും ശത്രുക്കളായിട്ട് തിരിഞ്ഞു നിൽക്കും, തമ്മിലടിക്കും, തല തല്ലി കീറും. ഏരകപ്പുല്ലുകൊണ്ട് തമ്മിലടിച്ച് തീർന്ന യാദവന്മാരെ പോലെ മനസ്സിജനും കുട്ടിമണിയും ബാലചന്ദ്രനും സീതയും ഒക്കെ തീരും. ചോര പടർന്ന് കറുത്ത പടക്കളത്തിൽ മതികലം മാത്രം അവശേഷിക്കും. ഇതേ ഊർജത്തോടെ, ഇതേ ഓജസ്സോടെ. അല്ലേ ചന്ദ്രുവേട്ടാ? യെസ്, ഡൺ. ഹലോ. ശരി ശരി, നീ നേരെയും കയറി പോരെ. ഡോണ്ട് വറി. വിളിച്ചത് ശിവയെ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താ ചന്ദ്രുവേട്ടാ? നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നത്? ഒരു പോലീസ് കേസ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ ആർക്കായാലും ഒരു ടെൻഷൻ തോന്നത്തില്ലേ? അല്ലാതെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ മോളല്ലേ അവള്, അവൾക്ക് പേടിയുമില്ല, ഒരു ചുക്കുമില്ല. ശിവ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് അവൻ പറയും. എന്താ എന്താ ശിവ പ്രശ്നം? അത് പിന്നെ എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഷാഡോ പോലീസാണെന്ന് തോന്നുന്നു. എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സംശയം അവർക്കുണ്ട്. ചില ചോദ്യങ്ങളും ഒക്കെ ശാരദാമ്മ മർഡർ കേസുമായി ബന്ധപ്പെട്ടതാ. ഓ, ശാരദാമ്മ നിന്നെ അവര് ക്വസ്റ്റ്യൻ ചെയ്തോ? പറയടാ. എന്നെ ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല. ഞാൻ പറയാൻ വന്നത് പറയാം. നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ പുറകിൽ അവരുണ്ട്, പോലീസ്. നീ ഒന്ന് ചുമ്മാ ഇരിക്കു ശിവ. മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ, പോലീസ് പിന്നാലെയുണ്ട്, പിടിക്കും, കൊണ്ടുപോകുന്നൊക്കെ.
എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നിന്റെ മാനസിക വിഭ്രാന്തിയാ. അങ്ങനല്ല സഞ്ജു, ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ കരുതിക്കൂട്ടി നിന്നില്ലെങ്കിൽ വലിയ പണി കിട്ടും. ഉറപ്പാ. എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മതികല മാഡത്തിന്റെ പുറകിലും പോലീസ് ഉണ്ടെന്നാ. അതെന്ത് വർത്തമാനാ നീ പറയുന്നേ? ഏത് വകുപ്പിലാ എന്റെ പുറകെ പോലീസ് വരുന്നേ? ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ മാഡം പേടിച്ചല്ലോ. മാഡം പറഞ്ഞിട്ടാണ് ഞാൻ വയലോരം വീട്ടിൽ ചെന്നതെന്ന് എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്ന രഹസ്യമാണ്. മാഡം പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടിമണിയെ കൊല്ലാൻ പോയത്. ഇരട്ട താള് മാറി ശാരദാമ്മയായി. ആയുസെത്തുന്നവർ ചാവും. അത് ഞാൻ പോലീസിനോട് പറഞ്ഞാൽ ആദ്യാകത്താകുന്നത് മാഡമായിരിക്കും. കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടുന്നത് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നവർക്ക്. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോടാ. എനിക്ക് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോനെ ശിവ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചും സംസാരിച്ചും വെറുതെ സമയം കളയണ്ട. നീ ഇപ്പൊ രക്ഷപ്പെടാൻ വഴി എന്താന്നോ? മതികലെ ഒരിക്കലും പോലീസിനോ കോടതിക്കോ ജയിലിലേക്കോ ചന്ദ്രു കൊടുക്കത്തില്ല. എന്താന്ന് വെച്ചാ ചന്ദ്രുവിന് അത്രയ്ക്ക് ഇഷ്ടമായവളെ. ഇവളെ പോലീസ് ചോദ്യം ചെയ്യുന്നതോ ലോക്കപ്പിലിട്ട് ഉപദ്രവിക്കുന്നതോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഈ ലോകത്ത് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിവളെ മാത്രമാ. ഇവളെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ടുപോയപ്പം ഞാനങ്ങ് സഹിച്ചതാ. അതിവളുടെ ആഗ്രഹം, ഇഷ്ടം. പക്ഷെ ഇപ്പോ ഇവളൊരു സഹായം ചോദിച്ച് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുക. അതിവളുടെ സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ. നാളെ ഇവളുടെ സുരക്ഷയ്ക്കോ മനസ്സിനോ ഒരു പോറലേറ്റാൽ ശിവ, നിനക്കറിയില്ല ചന്ദ്രുവിനെ. നീ ചത്തു കഴിഞ്ഞിട്ടേ അറിയൂ ചന്ദ്രു ആരാന്ന്. മനസ്സിലായടാ? എന്നോടെന്തിനാ ഭയ ചൂടാവുന്നേ? ഉള്ള കാര്യം വന്ന് പറയാൻ തുടങ്ങിയതാണോ തെറ്റ്? ആണോ? പറ. നീയോ? നിനക്കെന്താട്ടോ ഇവിടെ കാര്യം? ഞാൻ പറയടാ, പറയൺ. ഒരു ദിവസം നിന്നെ ഞാൻ ഇവിടെ ഇട്ട് പൂട്ടിയതാ. പറയടാ, പറയടാ നായേ. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ നായേ. ദേഹത്തോട്ട് സംസാരിക്കുന്നോടാ. അതിന് മാത്രം നീ പറഞ്ഞു. എന്നെ ഇന്ന് ഞാൻ അവനെ വിട്. അവനെ തൊട്ടു പോകരുത് നിങ്ങള്. ചന്ദ്രുവേട്ട കണ്ടില്ലേ? എന്തോന്നാ മൂപ്പിനെ ഇത്? ചുമ്മാ മൂപ്പിക്കാതെ. അല്ല പിന്നെ നിനക്ക് നൊന്തോടാ? നൊന്തോന്ന് ചോദിച്ചാ? എടാ നിനക്ക് നൊന്തോന്ന്? ചെറുതായിട്ട്. സാരമില്ല, പ്രായമുള്ള അങ്കിളല്ലേ. പോട്ട് മക്കളെ, പോട്ടടാ. ഒന്ന് ക്ഷമിക്കേ. ആൻറ്റി, നെറ്റിയിലെ കുങ്കുമപ്പൊട്ട് മായ്ക്കാൻ സമയമായി കേട്ടോ. നീ എന്താടാ എന്നെ ഭയപ്പെടുത്തുകയാണ്? ഭയം ലോകത്തിലെ ഏറ്റവും അമൂല്യമായ വികാരം ഏതാണെന്ന് എൻ്റെ അങ്കിളിന് അറിയാവോ? അത് ഭയവാ. എന്തിനോടെങ്കിലും, ഏതിനോടെങ്കിലും, ഏത് വ്യക്തിയോടെങ്കിലും ഉള്ള ഒരു ഭയം കൊണ്ടാ ഈ ലോകം ചില നിയന്ത്രണങ്ങളിലൂടെ പോകുന്നത്. ഇവിടെ ചന്ദ്രുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചന്ദ്രുവിനെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. കഴിഞ്ഞ മാസം അങ്കിളിൻ്റെ രക്തം നോക്കിയില്ലേ? ക്ലിനിക്കൽ എക്സാമിനേഷൻ. കൊളസ്ട്രോൾ 280, ട്രൈഗ്ലിസറൈഡ് 180, ഷുഗർ 240. ഷുഗർ ഒരുപാട് കൂടുതലാ. ഞാൻ ഷുഗർ കുറയ്ക്കട്ടെ എങ്കിലേ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 10 പോയിന്റ് വെച്ച് കുത്തുന്നത് കുറച്ചിട്ട് ഒറ്റയടിക്ക് ഇൻസുലിൻ കയറ്റി ഷുഗർ കുറച്ച് തരട്ടെ? ചന്ദ്രു, അയ്യോടാ, അങ്കിളുമോൻ പേടിച്ചു പോയോ? ഇൻസുലിൻ എടുത്ത് ഞാൻ കയറ്റും. കാണണം? ചന്ദ്രുഭായി. ശിവ, നീ പൊക്കോ. പൊക്കോടാ.
അങ്കിളെ, ഇൻസുലിൻ കുത്തിക്കയറ്റി ഞാൻ ഈ ഷുഗർ അങ്ങ് കുറച്ച് തരട്ടെ. 30 താഴെ ഷുഗർ കുറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ തീർന്നു. അങ്കിളെ, അങ്കിളിന് വേണ്ടി തെക്ക് വശത്തൊരു മാവ് മറിഞ്ഞു വീഴും പത്തോന്ന്. ഞാൻ ഈ മോഡസ് ഓപ്പറാൻഡി അങ്കിളിനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്ത് ചെയ്യാനും ചന്ദ്രു മടിക്കത്തില്ല എന്നറിയിക്കാനാണ്. അങ്കിളെ, എൻ്റെ ശത്രുക്കളിപ്പോ ആശുപത്രി കെട്ടിക്കിടപ്പ. ICUവിനിപ്പോ വലിയ വാസവാടയൊന്നുമില്ല. അങ്കിളിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യട്ടെ. ചന്ദ്രു മോനെ വിട്ടേക്കടാ. ആൻറ്റി പറഞ്ഞുകൊണ്ട് വിടുന്നു. ആൻറ്റിയുടെ നെറ്റിയിലെ കുങ്കുമം അവിടെ തന്നെ ഇരിക്കട്ടെ. കുട്ടു 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 ശ്ശേ. അയ്യോ കുട്ടു, എന്റെ പൊന്നിനെ ദൈവം കൊണ്ടുവന്ന് പറഞ്ഞാ ഞാൻ താമസിച്ചോ? ഇല്ല, ഞാൻ താമസിച്ചിട്ടില്ല. അമ്മേരെ ഈ പൊന്നിനെ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ലാന്ന് ഈ അമ്മ ചറിയാടി. എന്തായാലും എന്റെ കുഞ്ഞുമണി ഇങ്ങ് വന്നല്ല. അമ്മേരെ കുഞ്ഞുമണിയേ, പൊന്നുമണിയേ, വാവേ, പൊന്നെ, ചക്കരി, കുഞ്ഞാവേ, കുട്ടു കുട്ടു കുട്ടു. മോടെ അച്ഛ വന്ന്. എന്റെ കുഞ്ഞാനെ കുട്ടിന്റെ അച്ഛ വന്ന്. കുട്ടു, എന്താ കുട്ടു ഇത്? എന്നെ അന്ന് മനുഷ്യൻ കണ്ടില്ലേ? ഇത് നമ്മുടെ കുഞ്ഞുമണി. കുഞ്ഞുമണിയോടെ ഞാനേ വാർത്താനം പറയുമായിരുന്നു. കുട്ടു, ഇത് കുഞ്ഞുമണിയൊന്നും അല്ല. അല്ലേ? കുഞ്ഞുമണി അല്ലേ? ആര് പറഞ്ഞു ഇത് കുഞ്ഞുമണി അല്ലാന്ന്? ഇത് നമ്മുടെ കുഞ്ഞുമണി തന്നെ. ദൈവം കൊണ്ടുപോയെന്നും പറഞ്ഞ് എല്ലാരും കൂടി എന്നെ പഠിച്ചാൻ നോക്കിട്ടാ. കുട്ടു, ആന്ന് മനുഷ്യാ, ഞാൻ കണ്ടില്ലേ? നല്ല ചുണ്ടരി മൂക്ക്, ചുണ്ടരി ചുണ്ട്, വട്ട കണ്ണ്. എന്റെ മോടെ മുടി നാളെ ഞാൻ പിന്നെ ഇടും. അറിയാ? അയ്യോ, ഈ ചുണ്ടരിപ്പന്റെ കയ്യിൽ നിന്ന് ഒങ്ങിപ്പോയോ? പോട്ടെ പോട്ടെ പോട്ടെ. മഞ്ഞോളം മനസ്സല്ലേ കുട്ടു, കുഞ്ഞല്ലേ മഞ്ഞോളം മനസ്സല്ലേ ആ ബായി ഉറങ്ങിയില്ലേ? പിന്നെ ഇങ്ങോട്ട് പോന്നോ? എന്തു പറ്റി? ഓ, ഒന്നുമില്ല ബായി. നമ്മളെ ഇത്രയൊക്കെ പരീക്ഷിച്ചിട്ടും ദൈവത്തിന് മതിയായില്ലെന്ന് തോന്നുന്നു. പിന്നെയും പിന്നെയും ഓരോ ചാക്കിളി എറിഞ്ഞ് പിടിപ്പിക്കുക നമ്മുടെ മനസ്സിലേക്ക്. എന്നാലത് തൂക്കിയെടുത്തോണ്ട് പോവോ? അതുമില്ല. ഇവിടെ എങ്ങനെയായിട്ട് നീറ്റാനും നോവിക്കാനുമായിട്ട്. ഏയ്, എന്ത് പറ്റി ബായി? എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? കുട്ടിമണി ഉറങ്ങാൻ കിടന്നു, ഉറങ്ങിക്കാണും. എന്താ ബായി പ്രശ്നം? അത് കുട്ടിമണിയുടെ മനസ്സിനെന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടിമണിയുടെ മനസ്സിന് എന്ത് സംഭവിച്ചു? എന്താ ബായി പറഞ്ഞു വരുന്നത്? ഞാനിപ്പോ അവിടെ ചെല്ലുമ്പോ ഒരു തലേണ എടുത്തു പിടിച്ച് കുഞ്ഞുമണിയാണെന്ന് പറഞ്ഞ് ഓമനിക്കുന്നു.
ലാളിക്കുന്നു. അതിനെന്താ ബായ്, കുട്ടിമണി നേരത്തെ അതൊക്കെ ചെയ്തിട്ടില്ലേ? നേരത്തെ ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പിച്ചളെ. നേരത്തെ അവള് കളിക്കുമായിരുന്നു, കിങ്ങിണി പാവയും കൊണ്ട് ലോകം മുഴുവൻ നടക്കുമായിരുന്നു. പക്ഷേ കിങ്ങിണി ഒരു കളിപ്പാട്ടമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പോ കയ്യിലിരിക്കുന്നത് കുഞ്ഞുമണിയാണെന്ന് ഉറച്ച ധാരണയില്ല കുട്ടിമണി അങ്ങനെ ചെയ്യുന്നത്. ഒക്കെ ബായുടെ തോന്നല ബായ്. കുട്ടിമണി കുഞ്ഞിമണി ഇല്ലാത്ത എന്റെ സങ്കടം അങ്ങനെ തീർക്കണതാ. പാവം, അതങ്ങനെ സങ്കടം തീർക്കണമെങ്കിൽ തീർക്കട്ടെ ബായ്. എങ്ങനെയെങ്കിലും അതിന്റെ മനസ്സിലെ കത്തലൊന്ന് തീരട്ടെ. ഇത് മനസ്സിലെ കത്തൽ തീർക്കുന്നതല്ല, അവളുടെ മനസ്സിന്റെ നില തെറ്റിയത് തന്നെയാ. ഇല്ലാത്തൊരു ലോകത്ത് അവൾ നിൽക്കുക കുഞ്ഞുമണിയെ കൊണ്ട്. അങ്ങനെയാണോ ബായ്? ഞാൻ അടുത്ത് ചെന്നിട്ടും അവൾ തിരിച്ചറിഞ്ഞില്ല, മനസ്സിലാക്കുന്നില്ല. അവൾ അവളുടെ ലോകത്ത് നിന്നും തിരിച്ചു വരുന്നില്ല. എന്നോട് പറഞ്ഞു, ദേ കുഞ്ഞുമണിയാണെന്ന്. കയ്യിലിരിക്കുന്ന തലയണയെ നോക്കി പറഞ്ഞു, ദേ നിന്റെ അച്ഛ വന്നുവെന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല പിച്ചളെ. ഒന്ന് തീരുമ്പം മറ്റൊന്ന്. ബായ് ഇങ്ങനെ വിഷമിക്കാതെ. ഇത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളാ. കുട്ടിമണിയുടെ മനസ്സ് നേരെയാകും. എനിക്ക് തോന്നുന്നില്ല പിച്ചളെ. കാരണം കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു പൊട്ടിത്തെറിയിലൂടെ അവള് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ കണ്ടതെന്താ? ഒരു തലയണയും ചേർത്ത് പിടിച്ച് അത് കുഞ്ഞുമണിയാണെന്നും പറഞ്ഞിട്ട് അതിനെ ഓമനിക്കുന്നു, അതിനെ ചേർത്ത് പിടിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. എന്റെ കുട്ടിമണിയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല പിച്ചളെ, ഇവിടെയൊന്നും അല്ല. അതല്ലേ ബായ് ഞാൻ പറഞ്ഞത്. കുട്ടിമണിയെ സംബന്ധിച്ച് ഒരു 10 മാസം നീണ്ടു നിന്ന വലിയ സ്വപ്നമല്ലായിരുന്നോ കുഞ്ഞുമണി? ഒരൊറ്റ നിമിഷം കൊണ്ട് അത് ഇല്ലാതായി എന്നറിഞ്ഞപ്പം കുട്ടിമണിക്കുണ്ടായ ഷോക്ക്. അതിൽ നിന്നൊന്ന് മാറി വരാൻ ഇത്തിരി സമയമെടുക്കും. അതിനെ അനുവദിക്കല്ലേ ബായ് വേണ്ടത്. എന്തനുവദിക്കാൻ? ഇങ്ങനെ ഭ്രാന്ത് കളിക്കുന്നത് അനുവദിക്കാനോ? അവളുടെ മനസ്സിന് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവളും കുഞ്ഞുമണിയും മാത്രമുള്ള ഒരു സങ്കല്പ ലോകത്തേക്ക് അവൾ വീണുപോയാൽ എന്ത് ചെയ്യും പിച്ചളെ? ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ മുറിയിൽ വന്ന് നോക്കി. അപ്പൊ മോള് നല്ല ഉറക്ക. എന്താ മോനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇപ്പൊ കുട്ടിമണി കുഞ്ഞാണെന്നും പറഞ്ഞ് ഒരു തലേണ എടുത്തും കൊണ്ട് നടക്കുന്നു. കുട്ടിമണിയുടെ മനസ്സിന്റെ നില തെറ്റിയെന്നും പറഞ്ഞ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. ആണോ മോനി? അതെ, കുഞ്ഞുമണി മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുക അവള്. അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുക അവള്. മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക അവള്. പക്ഷെ അത് നിലതെറ്റിയ മനസ്സിന്റെ ചേഷ്ടകളാണെന്ന് കണ്ടു നിൽക്കുന്ന നമുക്കറിയില്ലേ, മനസ്സിലാവില്ലേ? അങ്ങനെ ഇല്ലാത്തൊരു ലോകത്തേക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും വരുത്. ബുദ്ധി ഇത്തിരി കുറവുണ്ടായിരുന്നു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ മനസ്സിന്റെ സമനില തെറ്റിയ പെണ്ണൊന്നും അല്ലായിരുന്നു അവള്. ഞാൻ എന്ത് വേണം അപ്പച്ചിയപ്പ? എനിക്ക് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്താവുക. ഹേയ് ബാ, ഇങ്ങനെ തളരാതെ. എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടെത്താം. ഒരുപാട് മാർഗങ്ങളൊക്കെ തേടി അങ്ങനെ മനസ്സ് പൊക്കിക്കണ്ട. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ അപ്പച്ചിയപ്പ? കുഞ്ഞുമണി മരിച്ചുവെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ അതെ, ആ സമയത്ത് അവളത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ വീണ്ടും അവള് പഴയ ലോകത്തേക്ക് തിരിച്ചു പോയില്ലേ അപ്പച്ചിയപ്പ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടിമണിയെ കൊണ്ടുവരണം. അതെത്ര വേദനയേറിയ കാര്യമാണെങ്കിലും ചെയ്യുക തന്നെ വേണം. കാരണം നാളെ മനസ്സിന്റെ സമനില തെറ്റി ഒരു പാവയെയോ തലയെണ്ണയോ ഒക്കത്ത് വെച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നമുക്കില്ല, നമുക്കാർക്കുമില്ല.
അതുകൊണ്ട് അതിന് എന്ത് വഴിയാണ് അപ്പച്ചിയപ്പം പറയുന്നത്? എന്താണോ അവളെ വേദനിപ്പിക്കുന്നത് അത് അവളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വീണ്ടും വീണ്ടും പതിയും. അങ്ങനെ എത്ര വേദനിച്ചുകൊണ്ടാണെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് അവൾ തിരിച്ചു വരണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുമണിയില്ല ഈ ലോകത്ത്. കുഞ്ഞുമണി മരിച്ചുപോയി. കുഞ്ഞുമണി ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. പാവയും തലണിയൊന്നും കുഞ്ഞുമണിയല്ല. കുഞ്ഞുമണിയെ പറ്റിയുള്ള ചിന്തകൾ പോലും ഇനി വേണ്ട എന്നവൾക്ക് തോന്നണം. അതവളെ മനസ്സിലാക്കിക്കണം. നമ്മളൊരു മരണത്തിന്റെ സത്യത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഒരാളെ കാണാതായാൽ അയാൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട്. എവിടെയെങ്കിലും വെച്ച് മരിച്ചു എന്നറിഞ്ഞാലും ചിലപ്പോൾ നേരിയ പ്രതീക്ഷയുണ്ടാവും. കേട്ടത് സത്യമായിരിക്കില്ല, എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന്. ആ പ്രതീക്ഷകൾ മുറിയുന്നത് എപ്പോഴാണ്? നമ്മുടെ കണ്ണുമുമ്പിൽ ആ മനുഷ്യന്റെ ശരീരം മണ്ണിന് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കത്തിച്ച് ചാരമാക്കുമ്പോഴാണ്. അവിടെയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. ആ തിരിച്ചറിവ് കുട്ടിമണിക്കുണ്ടാവണം. അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നമ്മളെയെല്ലാം ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്, പക്ഷേ വേണം. കാരണം മനസ്സിന്റെ സമനില തെറ്റിയ ഒരു കുട്ടിമണിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര വേദനിച്ചിട്ടാണെങ്കിലും കുഞ്ഞുമണി ഇനിയില്ല എന്ന സത്യം കുട്ടിമണിയുടെ കാഴ്ചയിലൂടെ അവളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഉറപ്പിച്ചേ പറ്റൂ. ഇല്ല മാഡം, ഇതുവരെ ഒരു സംശയമില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നാലും ഓർക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു കത്തല. എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ കത്തുവേം കുത്തുവെന്നും വേണ്ട. ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അതാ നഴ്സിന്റെ സുവർണയുടെ തലയിലങ്ങ് കെട്ടിവെച്ചു കൊടുക്കണം. ഡോക്ടർക്ക് ഇതിൽ ഒരു പങ്കുമില്ല. അയ്യോ, ഞാൻ അങ്ങനെങ്ങാനും പറഞ്ഞാൽ ആ പെണ്ണ് സൂയിസൈഡ് ചെയ്യും. ചാവുന്നെങ്കി പോയി ചാവട്ടെ. ഭൂമിയുടെ ഭാരം അത്രയും കുറഞ്ഞിരിക്കുമല്ലോ. മാഡം ഈ പറയുന്നത് പോലെ എന്നെയും കൈവിടുവോ? ചേ, അങ്ങനൊന്നും പേടിക്കണ്ട. ഡോക്ടറും ഒരു സാധാരണ നഴ്സും തമ്മില് ഒരുപാട് വ്യത്യാസമില്ലേ? പിന്നെ ഡോക്ടറെ കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ? ഇപ്പൊ തന്നെ ഒരു പുതിയ ആവശ്യം ഞാൻ പറഞ്ഞില്ലേ? മാഡം പറഞ്ഞതുപോലെ ഞാനിത് മനസ്സിനോട് പറയണോ? കുറച്ച് ക്രൂരതയല്ലേ മാഡം അത്? ഡോക്ടർ ക്രൂരതയും കുന്തവും ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ 10 മിനിറ്റിനകം മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരും. അക്കൗണ്ടിൽ 50,000 രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞു. അത് നോക്ക്. ഇതെന്റെ വ്യക്തിപരമായ ഒരു വാശിയുടെ പ്രശ്നമാണ്. ഇതുകൂടി വന്നെങ്കിലേ മതികലയുടെ പ്രതികാരത്തിന്റെ ചിത്രം പൂർണ്ണമാകൂ. എന്നാലും ഒരെന്നാലും ഇല്ല. ഒരു കൊച്ചിനെ എടുത്ത് കൂളായി പുറത്തു കൊടുത്ത ഡോക്ടർക്കാണോ ഇന്ന് ഇത്ര പേടിയും മടിയൊക്കെ? ഇതൊരു കാര്യം പറഞ്ഞ പോരെ? അത് കണ്ണും പൂട്ടി അങ്ങ് പറയണം. ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്നുണ്ടോ? അത് രണ്ടാമത്തെ കാര്യം. ഇത് കുട്ടിമണിയുടെ മനസ്സിനെ സാധാരണ നിലയിലാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായിട്ട് അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞു നോക്കാം. അങ്ങനെ തന്നെ പറയണം. മനസ്സ് ജന അനുസരിക്കും, ഉറപ്പാ. അവന്റെ കുട്ടിമണിയുടെ പാളം തെറ്റിയ മനോനില നേരെയാക്കാൻ അവൻ എന്ത് ത്യാഗത്തിനും തയ്യാറാവും. ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിനോട്. ഗുഡ്, വരട്ടെ. വരുമ്പോ ഡോക്ടർ ഇതുപോലെ അങ്ങ് പറഞ്ഞാ മതി. ശരി ശരി മാഡം, പറഞ്ഞോളാം. ആ ഡോക്ടർ, ഹലോ, ഞാൻ വിളിക്കാം. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. മനസ്സ് ജനല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഡോക്ടർ വിളിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ കുട്ടിമണി എങ്ങനെ? നോർമലായോ? ഉറങ്ങുക. ഡോക്ടറോട് അവൾ അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഞാൻ ഡോക്ടർ സൈമണുമായി ഇന്നലെ രാത്രി വളരെ ഡീറ്റെയിൽഡായി സംസാരിച്ചിരുന്നു. എന്നിട്ട്
ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടിമണിയോട് പറഞ്ഞതല്ലേ? അത് കേട്ട് കുട്ടിമണി എങ്ങനെ പ്രതികരിച്ചു എന്നതും അറിയിച്ചില്ലേ? അറിയിച്ചു. കുട്ടിമണിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ പുതിയ മാറ്റവും പറഞ്ഞു. മനസ്സിജൻ പറഞ്ഞില്ലേ കുട്ടിമണി തലയിണ എടുത്ത് കുഞ്ഞാണെന്ന് സങ്കല്പിച്ച് കാണിച്ച ചേഷ്ടകളെപ്പറ്റി? ഉവ്, അത് രാത്രിയായിരുന്നു. പകലറിഞ്ഞ വിവരം അവളുടെ മനസ്സിലേ ഇല്ലാത്തതുപോലായിരുന്നു. ഡോക്ടർ സൈമൺ പറഞ്ഞു അത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥയാണെന്ന്. കുഞ്ഞ് മരിച്ചു എന്നുള്ള റിയാലിറ്റിയാണ് കുട്ടിമണി ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുകയല്ല വേണ്ടത്. എന്നുവെച്ചാ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? കേൾക്കുമ്പോ മനസ്സിന് വിഷമം തോന്നും. പക്ഷേ കുട്ടിമണിയുടെ മനസ്സിന്റെ സമനില തെറ്റാതിരിക്കാൻ ഇത് ചെയ്യണം. എന്റെ മാത്രമല്ല, കുട്ടിമണിയുടെ മനസ്സറിയാവുന്ന ഡോക്ടർ സൈമന്റെ കൂടി അഭിപ്രായമാണിത്. ഡോക്ടർ പറയ്. കുഞ്ഞ് ഈ ഭൂമിയിൽ ഇല്ല എന്ന് കുട്ടിമണി പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ കയ്യിലിരിക്കുന്ന തലയിണയും പാവയും ഒന്നും തന്റെ കുഞ്ഞല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ എന്താ ഡോക്ടർ? കുഞ്ഞിന്റെ ഫ്യൂണറൽ കുട്ടിമണിയെ കാണിക്കണം. ഡോക്ടർ എന്തായി പറയുന്നേ? കുഞ്ഞിന്റെ ശവസംസ്കാരം കുട്ടിമണി കാണണം. കുഞ്ഞിന്റെ ബോഡി എന്ന വ്യാജേന ഒരു വെള്ള തുണിക്കെട്ട് കുഴിച്ചിട്ടാലും മതി. ഡോക്ടർ മനസ്സിജ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. കുട്ടിമണി അത് സഹിക്കത്തില്ല ഡോക്ടർ. സഹിക്കും, സഹിക്കണം, സഹിച്ചേ പറ്റൂ. കുട്ടിമണി സഹിക്കില്ലെന്നും പറഞ്ഞ് മനസ്സിജൻ മാറി നിന്നാൽ നാളെ കുട്ടിമണി കയ്യിലൊരു തലയിണയും വെച്ച് മുഴുഭ്രാന്തിയായി അലയുന്നത് കാണേണ്ടി വരും. കുഞ്ഞുമണി മരിച്ചുപോയി. കുഞ്ഞുമണി ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. പാവയും തലയിണയൊന്നും കുഞ്ഞുമണിയല്ല. കുഞ്ഞുമണിയെ പറ്റിയുള്ള ചിന്തകൾ പോലും ഇനി വേണ്ട എന്നവൾക്ക് തോന്നണം. ഡോക്ടർ പ്ലീസ്, അത് കുട്ടിമണിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? മനസ്സിജൻ ആലോചിക്കേ, ഇത്രയും സ്നേഹിക്കുന്ന കുട്ടിമണിയെ മുഴുഭ്രാന്തിയായി കാണണോ എന്ന്. ഇപ്പൊ ക്രൂരതയെന്ന് മനസ്സിജൻ പറയുന്ന കാര്യം ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ പോലെ കണ്ടാ മതി. എന്നാലും ആലോചിക്കേ, ഞാൻ നോക്കിയിട്ട് ഇതാണ് ബെറ്റർ വേ. ചന്ദ്രേട്ടൻ ഇറങ്ങിയോ? ആന്റിയെ ഒന്ന് കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്തായി ഇനി അപ്ഡേറ്റ്സ് ഫ്രം ശിവ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പൈതൽ മേരിയും ഗീവർഗീസിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവനെയും 100% വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. നല്ല ഒന്നാന്തരം ഒരു ഫ്രോഡാ. ആരെയും വിശ്വസിക്കരുത് മതി, ആരെയും. എല്ലാവരും പറയുന്നത് കേൾക്കുക, അത് മനസ്സിൽ വെക്കുക, എന്നിട്ട് മനസ്സിലിട്ട് ഇഴയെടുത്ത് നോക്കുക. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന്. ചന്ദ്രേട്ടൻ ഇപ്പൊ വെറുതെ വന്നേ ഉള്ളോ അതോ? ആന്റിയോട് ചില കമ്പനി കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. നന്നായി. ചന്ദ്രവേട്ടൻ നമ്മുടെ കമ്പനികളിലെല്ലാം ഇടപെടണം. അങ്ങനെ അച്ഛന്റെ മാത്രം ഭരണത്തിന് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇടപെട്ട് തുടങ്ങിയാൽ പിന്നെ ചന്ദ്രുവിന്റെ നിയന്ത്രണത്തിലാവും, ചന്ദ്രുവിന്റെ ഭരണത്തിന് കീഴിലും ആവും എല്ലാം. അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. കമ്പനിയില് എന്തോ ചില അഴിച്ചുപണികൾ നടത്താൻ പോകുന്നെന്ന് മാനേജർ വേണുഗോപാൽ പറഞ്ഞിരുന്നു. കമ്പനിയുടെ തലപ്പത്തേക്ക് ആരെയോ നിയമിക്കാൻ അച്ഛന് പദ്ധതിയുണ്ടെന്ന് ആന്റി പറഞ്ഞു. ആരെയാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? സത്യം പറഞ്ഞ എനിക്കൊരാളെ സംശയമുണ്ട്. ഒരു പക്ഷേ അതിന്റെ സംശയം മാത്രം ആയിരിക്കാം. ആരെയാ? എനിക്ക് സംശയം ആ മൈലമ്മയാ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ടാക്സി ഡ്രൈവറെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല ചന്ദ്രുവേട്ടാ. അച്ഛൻ അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്കുള്ള അവളുടെ വരവിന് പിന്നിൽ പോലും ഒരു വലിയ ദുരൂഹത ഞാൻ കാണുന്നുണ്ട്. അതെന്താ മതി അങ്ങനെ പറഞ്ഞത്? അമ്മ പറഞ്ഞില്ലായിരുന്നോ, അച്ഛന് ചില തമിഴ്നാട് കണക്ഷൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നു, ആരെയോ കാണുന്നു, പണം കൊടുത്ത് സഹായിക്കുന്നു.
ആരെയെന്നുള്ളത് അജ്ഞാതം. ഒരു പക്ഷേ മൈലമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്കാണോ സഹായവും പണവും ഒഴുകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്.